ഹേ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ JCB ഫുള്ള് വർക്ക്ഷോപ്പിൽ കയറ്റി കേട്ടോ. കാരണം ഫുള്ള് പണിയായിട്ടുണ്ട്. അതുമാത്രമല്ല ടെസ്റ്റിന് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ അഴിച്ച് പറക്കിയിട്ടേക്കാണ് വണ്ടി. ഞാൻ കാണിച്ചു തരാം വണ്ടി. ഇതാണ് ഇപ്പം വണ്ടിയുടെ ഒരു അവസ്ഥ. JCBൻ്റെ ഫ്രണ്ടിലത്തെ സംഭവമെല്ലാം ഇളക്കി, ടയറെല്ലാം ഊരി മാറ്റി. ഇനി ഒത്തിരി പണിയുണ്ട്. അച്ഛൻ പറഞ്ഞുതരും എന്തൊക്കെയാണ് പണിയത്. എന്താണ് പറ്റിയത് ഈ വണ്ടിക്ക്? വണ്ടിക്ക് ടെസ്റ്റാണ്, പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കിയാൽ പിന്നെ വെൽഡ് ചെയ്യാനുള്ളത് എല്ലാം ഇതായി പോകില്ല. എല്ലാം ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് വെൽഡിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പെയിന്റിങ് ചെയ്യാൻ പറ്റും. മൊത്തം തുരുമ്പുണ്ട് ഒത്തിരി. തുരുമ്പല്ല മാത്രം, ഇതിന്റെ പിന്നും പുഷും ഒക്കെ മാറാണ്ടല്ലോ. ഇത് JCBന്റെ തുമ്പിക്കൈ കേട്ടോ. ഇത് ആർച്ചുലേറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു പീസ് വരുന്നത് അവിടുന്ന് ഇവിടുന്ന് പൊട്ടിപ്പോയി. പൊട്ടലുണ്ടോണ്ട് അതിനിപ്പോ വെൽഡ് ചെയ്യാൻ പുക അടിച്ച് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യുമ്പോൾ പിന്നെ വൃത്തിയിടാവൂലേ. അതിന് മുമ്പ് വെൽഡ് ചെയ്യാനുള്ള എല്ലാം കംപ്ലീറ്റ് തീർക്കും. ഈ സംഭവം എല്ലാം പോയി കേട്ടോ. വേണ്ടേ എന്തിരിച്ചത്? ഗുഹയോ? ഗ്രീസ് കിടക്കുന്നുണ്ട്. ഇത് അവിടുന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, അകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മള് ഇതിനകത്ത് ഇതെന്തിനൊക്കെ വെച്ചാ ഇതെന്തിരിക്കാൻ പോവാ? ഇത് ലെയ്ത്ത് കൊണ്ടുപോകാനുള്ളതാണ്. സാധനം ഓവലായി. അപ്പൊ ഇനി സ്ലീവർ ആക്കും. ഇത് മറ്റേ ഈ പിടിക്കുന്നതല്ലേ, മറ്റേ ഇങ്ങനെ കറുത്ത ഇത് സ്റ്റീറിംഗിന്റെ വീലിനകത്ത്. ഓ അതാണ് ഈ ഫ്രണ്ട് ഊരിട്ടേക്കുന്നത്. ഇത് രണ്ട് സൈഡില്, ഇത് രണ്ടെണ്ണം. വേണ്ട. ഇതൊക്കെ JCBന്റെ സീറ്റ് ആട്ടോ. ഇത് ദൈവമേ, ഇതിനകത്ത് എങ്ങനെ ഇരുന്നച്ചാ ഇത്ര നാള്? ഇരുന്ന് അങ്ങ് മാറാക്കുവോ? വണ്ടീന്റെ സീറ്റ് വെക്ക് മൊത്തം ചള്ളായി, നമുക്ക് പൊട്ടിപ്പോയി മൊത്തം. സ്പോഞ്ചൊന്നും ഇല്ല. കുറച്ചാലും കൂടി ഞാൻ ഇരുമ്പിനകത്ത് ഇരുന്നേനായിരുന്നു. രണ്ട് ടയറെല്ലാം എടുത്ത് ഊരി വെച്ചേട്ടോ. ഇത് എടുത്ത് വെക്കത്തില്ലേ ചേട്ടാ ടയർ? അതിന്റെയാണ് ഊരി വണ്ടിക്കകത്ത്. അകത്തുനിന്ന് സീറ്റ് മാത്രമല്ലേ ഊരിയുള്ളൂ. സ്റ്റിയറിംഗ് വേറെ സ്റ്റിയറിംഗ് ഇടുവോ? അത് തന്നെ. രണ്ട് ടയർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. ബാക്കിലത്തെ തുമ്പിക്കൈ എല്ലാം ഊരി വെച്ചു. തുമ്പിക്കൈ ഇല്ല, കുറെ കുടലും മണ്ടോ ഇത്. കുടൽമാല പുറത്ത് കിടക്കുന്നത് JCBന്റെ. ഒരു പട്ടിക്കുട്ടി ഇതുകൊണ്ട് അകത്ത്. ഡേയ്, ആ തലയുടെ വീട് മാറിയില്ലേ? എന്തോ വണ്ടിന്റെ അവസ്ഥ. ഈ സാധനമൊക്കെ താന്നിറങ്ങി വരുന്ന കേട്ടോ. ഇതിങ്ങനെ ഒരു സാധനത്തിൽ ഞെക്കുമ്പോൾ ഇതിങ്ങനെ ഇറങ്ങി വരുവളി ചെയ്ത് കുറെ ഉണ്ട്. ഇല്ല ഞാൻ സൂപ്പറായിട്ട് ഓടിക്കത്തില്ല JCB. അല്ല അച്ഛൻ കാര്യമായിട്ട് പറ. അച്ഛൻ സീരിയസ് ആയിട്ട് ഓടിക്കും. അതെ, ഞാൻ കുറച്ചാൾ കൂടെ അച്ഛൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ ഒരു കിടില ഓപ്പറേറ്റർ ആയാലും. പക്ഷെ അത് വേണ്ട, അത്യാവശ്യം ഓടിക്കാൻ പഠിച്ചില്ല. അത് മതി. അല്ല, ഏത് വണ്ടി ആയാലും നമുക്ക് ഓടിക്കാൻ കിട്ടുമ്പോൾ നമ്മളത് സൂപ്പറായിട്ട് പഠിക്കും. ഇത് തുമ്പിക്കൈയില്ലേ ചെയ്ത് ആ കണ്ടതിന്റെ ബാക്കി സാധനം. ഇത് എൻ്റെ പേര് കേട്ടോ. ഇത് തലയിരിച്ച് അടിച്ചു തന്ന്. ഇവിടെ അവൻ്റെ പേരുണ്ട്. വേണ്ടേ? ഇവിടെ അവൻ്റെ പേര് കറക്റ്റായിട്ടുണ്ട്. എൻ്റെ പേര് മാത്രം തലയിരിച്ച്. ഓക്കെ, അത് കുഴപ്പമില്ല. അതെ, എനിക്ക് അതിലൊന്നും വിഷമമൊന്നുമില്ല. ഞാൻ വീഡിയോ ഒന്നും എടുത്തത് പരാതിയൊന്നും പറയത്തില്ലായിരുന്നു. അപ്പൊ ഈ സാധനം ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാണ്ട്? ഇതിന് നമ്മള് പിന്നും പുഷൊക്കെ മാറിയിട്ട് മറ്റേ പഴയ സാധനം റെഡി ആക്കി കൊണ്ടുവന്നിട്ട് ഇതിന്റെ കൂടെ ജോയിന്റ് ചെയ്യുന്നുള്ളു. ഇതിനകത്ത് ഇതാണ്ട് ഇതിന്റെ റോഡില്ലേ, പൈപ്പ്, അതാണ് പൂരി വെച്ചത്. പോളിഷ് ചെയ്യണം. എന്തൊക്കെയൊക്കെയോ പണിയുണ്ട് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്ന ഈ പെട്ടിയുണ്ട്, തുമ്പിക്കൈ, ബക്കറ്റ്. ആ ബക്കറ്റൊക്കെ അതിനൊന്നും പ്രശ്നമില്ല, അതൊക്കെ വെരി ഗുഡാണ്. ഓക്കെ 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 ഓക്കെ. അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഇതിന്റെ അകത്ത അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ഛ ഈ ഡോറൊന്ന് തുറക്കും, ഫ്രണ്ടിലോ കയറാവോ? ഇത് കയറുന്നോട്ടോ? ഇല്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ? വേണ്ടേ? പൂവൊക്കെ എടുത്ത് മാറ്റി ഇപ്പൊ മാറണം അല്ലേ? ഇത് സീറ്റ് ഇരിക്കുന്ന ഭാഗമാണ് കേട്ടോ. സീറ്റ് ഊരിയുണ്ട്, കമ്പി മാത്രം ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എല്ലാം തുരുമ്പായിട്ടുണ്ട്. പിന്നെ ഈ മീറ്റർ സംഭവം എല്ലാം തുരുമ്പാണ്. അങ്ങനെ ഒത്തിരി പണിയുണ്ട് കേട്ടോ വണ്ടിയിൽ. ഈ സൈഡിലെ സംഭവം ഒന്നും ഇല്ലല്ലേ ഈ സീറ്റിന്റെ? ഇതെല്ലാം മാറ്റണം. ഫാനൊക്കെ പോയി, എല്ലാം നശിച്ചു, ഒരുമാതിരി ആയിരിക്കണം വണ്ടി. അയ്യപ്പനുണ്ട് കേട്ടോ, അതേണ്ടേ ഗ്ലാസ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി പണിയുണ്ട് കേട്ടോ വണ്ടിക്ക്. ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ടും ചിലവാകും വണ്ടി പഴയ ഒരു രീതിയിൽ സെറ്റാക്കി എടുക്കാനായിട്ട്. ഒരു മാസം എത്ര ആൾ പണിയെടുക്കും? ഒരു മാസം
10-20 ദിവസം. എഞ്ചിൻ്റെ വർക്കും ഇല്ലേ? എഞ്ചിൻ്റെ ചെറിയ പണിയുണ്ട്. അതുകൊണ്ട് അതും കൂടെ ചെയ്യുമ്പോഴത്തേന് സെറ്റാകും കേട്ടോ. ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കറക്റ്റ് 15 വർഷം കഴിഞ്ഞില്ലേ. 15 കൊല്ലമായിട്ട് ഈ വണ്ടി ഓടുന്നുണ്ട്. എടേ അവൻ പുതിയ ഐറ്റം കൊണ്ടുവച്ചടേ. വീൽ കപ്പ് ഇല്ലേ അത്? എടാ ആൾട്ടോടെ വീൽ കപ്പ് ഇല്ലടാ, പമ്പരം മാറ്റിയ അപ്ഡേറ്റഡ്. ഇവനെ കൊണ്ടൊരു നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സാധനം വണ്ടീൻ്റെ കുറേ പാർട്സ് ഒക്കെ എടുത്തിട്ട് താറിനകത്തിട്ടിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയി ലെയ്ത്തിൽ കൊണ്ടുപോയി വർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകണം. അതാണ് അടുത്ത പരിപാടി. പണിയെല്ലാം കഴിഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല പുതിയ വണ്ടിയാണ് നിങ്ങള് പുതിയ വണ്ടിയുടെ കൂടെ നിന്ന് ഓടുന്ന വണ്ടി. അതെ അതെ, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷമായിട്ട് ഓടുന്ന ഒരു വണ്ടി ഇല്ല. നമ്മുടെ ടൈമിൽ കൂടെ എടുത്ത വണ്ടികളൊന്നും ഇല്ല. ഈ പോയ മാസം 200 മണിക്കൂർ ഓടിയ വണ്ടിയാണ്. ഒരു വഴിയില്ലാതെ ചില പണികളൊക്കെ വരും. അത് പുതിയ വണ്ടി എടുത്താലും പണി വരും. അങ്ങനെയുള്ള വലിയ ഓവറായിട്ടുള്ള പണികളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പം നമ്മൾ വൃത്തിയായിട്ട് പണി ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ എല്ലാ ആഴ്ച ഇറങ്ങിയിട്ടൊക്കെ വലിയൊരു ഇതായിട്ട് തോന്നും. കുഴപ്പമില്ല, ഇതൊക്കെ പണിയൊക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ എല്ലാം ഓക്കെ ആയി. പുതിയ വണ്ടിയാണൊക്കെ ആവും. പിന്നെ 4-5 കൊല്ലം അല്ല, എഞ്ചിന്റെ ഒക്കെ വർക്ക് കുറച്ചുകൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ലൈഫ്. ഓയിൽ ചിലവുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം. അല്ലെങ്കിൽ പിന്നെ അത് വലിയ പണിയാവും. അപ്പോൾ നമ്മൾ ചെറിയ പണിയിൽ തീർക്കാൻ പറ്റും. അവിടെ ചെറിയൊരു വണ്ടി കിടക്കുന്നത്, ചിന്ന JCB. ചിന്ന JCB ഉണ്ട്, ഇറ്റാച്ചി ഉണ്ട്. നിനക്ക് എന്തൊക്കെ അറിയാടാ? നീ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുന്നല്ലാതെ ഈ മെക്കാനിക്ക് പരമായിട്ട് എന്തൊക്കെ അറിയാം? ഓസൊക്കെ അത്യാവശ്യം മാറും. ഗ്രീസൊക്കെ അടിക്കും. തീർത്ത് പല്ലൊക്കെ മാറും. പല്ല് എന്തെന്റെ വണ്ടിയുടെ വല്ലോ? അല്ലല്ലോ, വണ്ടിയുടെ അയ്യോ ഒരെണ്ണം കാട് പിടിച്ച് കിടക്കുന്നത്. അയ്യോ പാവം വണ്ടി. എത്ര നാളായിട്ട്, ഒത്തിരി ആളായിട്ട് കിടക്കുന്നതാന്ന് തോന്നിട്ട് ഇത് കാട് പിടിച്ച് കിടക്കുന്ന വണ്ടി. ഓ, ഇത് ചെറിയ JCB. അതായത് JCB കയറി പോവാത്ത സ്ഥലങ്ങളിലുള്ള പണിയൊക്കെ ചെയ്യുന്നത്. ചെറിയ ഓഹോ സ്റ്റാർട്ടാവൂലേ? സ്റ്റാർട്ടാക്കാൻ പറ്റുമായിരിക്കും. മറ്റേ കോൾഡ് സ്റ്റാർട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ചെയ്തിട്ടൊക്കെ രസമായിരിക്കും. അയ്യോ മൊത്തം കാട് കയറി കിടക്കണം. എപ്പോൾ കയറുന്ന പാമ്പ് കുത്തും. കൊള്ളല്ലേ? ഇത് നമ്മുടെ സാധാ ജീപ്പിന്റെ ടയറാ ചൈന് അല്ലേ? കേറാം. ഇത് ഈ ചെറിയ പണിക്കൊക്കെ പോയി ഈ വലിയ വണ്ടി പോവാത്തടത്ത് സ്കൂളിന്നല്ലേ? ഞാൻ വിചാരിച്ചു ഇതിന്നായിരിക്കും. അപ്പുറം സ്കൂളാ? മേടെ സ്കൂളല്ലേ? ഓക്കെ. പക്ഷെ ഇതിന് ഗ്ലാസ് ഇല്ലേ വെച്ചാ? അതാണ്ട് ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെയുള്ള വണ്ടിയാ, ഓപ്പൺ ക്യാബിൻ. ഇത് JCB ഓടിക്കും പോലെ തന്നെയല്ലേ ഓടിക്കുന്ന? വ്യത്യാസമൊന്നുമില്ല. സർപ്പം കാണും. സർപ്പവും മൂക്കനൊക്കെ കാണും. ഇതോടൊക്കെ വരാണോ? ഒന്ന് മാറി, ഞാൻ ഒന്ന് ഇരിക്കട്ട്. നീ മാറി, ഞാൻ ഇറങ്ങിത്തരാം. ഈ സൈഡിലോട്ടിരുന്നോ? ഇല്ല, എനിക്കില്ല. ഓക്കെ, സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. ഇത് ആക്സിലേറ്റർ. ഇത് രണ്ടും ബ്രേക്കാണ് കേട്ടോ. ഈ JCBക്ക് ക്ലച്ച് ഇല്ല. ഇത് ഇടത് സൈഡ് ബ്രേക്ക്, ഇത് വലത് സൈഡ് ബ്രേക്ക്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ബട്ടൺ കാണും, കണ്ടോ? ഈ ഒരു ബട്ടൺ കണ്ടോ? ഇതാണ് ക്ലച്ച്, ഇത് ഗിയർ. രസമായത് ഓടിയാ. പക്ഷെ ഗിയറൊക്കെ വീഴുന്ന നോക്കണ്ട കേട്ടോ. ഇതൊക്കെ സെറ്റാണ്, സ്മൂത്താണ്. ഫ്രണ്ട് ബക്കറ്റിൻ്റെ ലിവർ മാറാർക്ക അങ്ങോട്ട്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് മീറ്ററൊക്കെ മൊത്തം പോയി, തുരുമ്പിച്ച് നോക്ക്. കീടുന്ന ഹോളൊക്കെ ഫുള്ള് പോയി. ദൈവമേ, സ്വിച്ചൊക്കെ ഉണ്ട്. വണ്ടി ഒത്തിരി ഒന്നും ഓടിയിട്ടൊന്നുമില്ല. ഇത് 952 മണിക്കൂറോ അത്ര ഓടിയിട്ടുള്ള. ബാക്കിൽ ഇവർ നോക്ക്, മൊത്തം കാട് കയറി കിടക്കണം. ഇതൊക്കെ മൊത്തം പോയി ചേട്ടാ. ഇതെനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ ഓട്ടിച്ച് വെച്ചായിരുന്നു. എവിടാ പൊക്കി തട്ടണ്ട? എവിടാ കയറി ഫ്രണ്ടിലോട്ടിരി, വീട്ടിൽ കൊണ്ടിറക്കാം. ഈ കൊച്ചിലേക്ക് കളിക്കാൻ വേണ്ടിട്ട് ഇതെങ്കിലും വീട്ടിൽ കൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ. പക്ഷെ ഈ ടയർ തിരിയുന്നില്ലല്ലേ? അയ്യോ, അത് പോയി. നമ്മൾ ലെയ്ത്തിൽ പോയിട്ട് വണ്ടീൻ്റെ സാധനമൊക്കെ കൊണ്ട് കൊടുത്ത് അതിന് എത്ര ദിവസം കഴിയുമ്പോൾ കിട്ടും വെച്ചാ? നാളെ കിട്ടും. ഏയ്, ആരുടെ ചോദിച്ചിട്ടുള്ള വീട്ടിൽ കയറുക? നീ അല്ലേ മരങ്ങുന്ന അതിലെടുത്തോണ്ട് ഓടിയത്?
കള്ളപ്പൂച്ച. ഈ സത്യം പറഞ്ഞാല് ഒരു സ്നേഹമില്ലാത്തൊരു ജന്തുവാണ് ഈ പൂച്ച എന്ന് പറയുന്നത്. നമ്മൾ എത്ര കൊടുത്തിട്ടും കാര്യമില്ല, നമ്മളടുത്ത് ഒരു ആറ്റിറ്റ്യൂഡും പുച്ഛം അല്ലാതെ ഇല്ലമ്മ ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ പൂച്ച ഉണ്ടായിരുന്നു, മീക്കോ എന്ന് പറഞ്ഞിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഫുഡ് കൊടുക്കും, അത് കഴിക്കും, എവിടെയെങ്കിലും പോയി കിടക്കും, അത്രേ ഉള്ളൂ. ഒരു മുഖത്തായാലും ഒരു ആറ്റിറ്റ്യൂഡായി പൂച്ചയ്ക്ക്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തത് പൂച്ചനെ. എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ അതുമല്ല അച്ചാച്ച ഉള്ള സമയത്ത് അച്ചാച്ചന് ശ്വാസം മുട്ട് കൂടി. ഏറ്റവും പ്യൂറായിട്ടുള്ള ലവ് ഡോഗ്സിന്റെ സത്യം. മീൻതോരൻ വെച്ച് ചാള പൊരിച്ച് ഇത് കോവയ്ക്ക് ഇത് നമ്മുടെ കോലാണ്. അതിനകത്ത് പിന്നെ പിടിച്ചാ പിടിച്ചു തുടങ്ങി. ഇനി കോവയ്ക്കായിരിക്കും. അത് തന്നെ മോരികറിയുണ്ട്. വണ്ടി ഉണ്ടായിരുന്നു JCB. പോയപ്പോ എല്ലാം ഇളക്കി വെച്ചേക്കുന്നു. അത് കണ്ടില്ലേ? കഴിഞ്ഞില്ല. അച്ഛനിപ്പോ രാവിലെ വണ്ടി എടുത്ത് പോവാ. ഇപ്പം പണിയില്ല. അതെല്ലാം അത് പണിഞ്ഞിറക്കിയിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക് പോവാൻ. അച്ഛനിപ്പോ ജോലി ഇല്ലല്ലോ, വണ്ടി പണിയാണ്ട് ജോലിയില്ല. എന്നാലും രാവിലെ പോകും, വണ്ടിയുടെ അടുത്ത് ഇരിക്കും, രാത്രി വരത്തുള്ള. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ വണ്ടിക്കകത്ത് പഴയ ആക്രി സാധനം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഇതാ കൊറേ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. JCBന്റെ ഓരോ പിന്നും ബുഷ് എല്ലാം ഇരുമ്പ് സാധനങ്ങൾ, അത് നല്ല വെയിറ്റാ. അത് അവിടെ ഇടത്തില്ല, അച്ഛൻ എല്ലാം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ആക്രിക്കാൻ കൊടുക്കും. കൊറേ വെയിറ്റ് ഒക്കെ ആകുമ്പോ ഒരു 10,000 എല്ലാം നമ്മള് പുതിയ സാധനമാണ്. ഈ ഇളക്കിയ സാധനം എല്ലാം പുതിയത് മേടിച്ച് വെക്കണ്ടേ. അപ്പൊ അതിന്റെ ചെലവാണ്. JCB എടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ വീട് വെക്കുന്നത്. നമ്മള് കാർ മേടിക്കുന്നത്, ആദ്യം ഫസ്റ്റ് കാർ മേടിക്കുന്നത്. അവന് ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത്, നിനക്ക് RX മേടിച്ചത്, എനിക്ക് ആ സ്കൂട്ടി വാങ്ങിച്ചത്, എല്ലാ JCB വരുമാനം തന്നെ നമുക്ക്. പക്ഷെ അന്നൊക്കെ നല്ല ഡേനായിട്ട് ഓട്ടം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ രാത്രിയും പകലും അച്ചകുത്തി വണ്ടി ഓടുമായിരുന്നു. ഇപ്പൊ പ്രായം വരുന്തോറും തോനെ നേരം ഇരിക്കാൻ പറ്റില്ല, നടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ 6-7 മണി വരെല്ലാം ഓട്ടേ ഉള്ളൂ. അച്ഛൻ അധികം നേരം ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വർഷം ഇരുന്ന് അതിനകത്തിരുന്ന് കുലുങ്ങി അച്ഛന് നടുവേദനയുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഷോൾഡർ രണ്ടും വേദനയാണ് അച്ഛന്റെ. ഇതൊന്നും കാണിക്കുന്നില്ലെങ്കിലും മനസ്സിലാവും, അറിയാൻ പറ്റുമല്ലോ. അച്ഛൻ മിക്ക ദിവസമായാലും ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേന് ഷോൾഡറിൽ മറ്റേ ഐസ് ബാഗൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടാണ് അച്ഛൻ ഇരിക്കുന്നത്. അപ്പം ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ആ വണ്ടി പണിയായാലും ആ വണ്ടി കൊടുക്കത്തില്ല അച്ഛൻ. ആ വണ്ടി എന്തോരം പണിയായിട്ടുണ്ട്, മിക്ക ദിവസം അത് പണിയായിരിക്കും. എന്നാലും അച്ഛൻ ആ വണ്ടി കൊടുക്കത്തില്ല. ഞാനായാലും പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ട് വേറൊരു പുതിയ വണ്ടി മേടിക്കാം അങ്ങനെയൊക്കെ പറയും. പക്ഷെ അച്ഛൻ അത് കേൾക്കത്തില്ല. ആ വണ്ടി കൊടുക്കത്തുമില്ല, പുതിയ വണ്ടി മേടിക്കത്തുമില്ല. അത് തന്നെ ശരിയാക്കി അത് തന്നെ ഓടിക്കൊണ്ടിരിക്കും. അതൊരു അച്ഛനും ആ വണ്ടിയും തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും. കണക്ഷൻ ആണെന്നല്ല, ആണ് ഉറപ്പായിട്ടും. നമ്മള് വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന വണ്ടി പണിക്കായിട്ട് ഒരു തൊഴിലായിട്ട് എടുത്തത് നമ്മളെ ജീവിതമാർഗം അതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് അച്ഛനും ആ ഒരു വണ്ടിയാണ്. അതില്ലെങ്കിൽ ഞങ്ങളില്ല ശരിക്കും. പണിയായിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടില്ല. എന്തെങ്കിലും ചെറിയ വർക്കായിട്ട് പോവും, അത് റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും ശരിയാക്കും. പക്ഷെ ഇങ്ങനെ തുമ്പിക്കൈ വേറെ ടയർ വേറെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാണുമ്പോഴത്തേനും ഒരു വിഷമം. എന്റെ അച്ഛന്റെ കൊച്ചവിടെ കിടക്കുമ്പോ ഇവിടെ വന്നിരിക്കുവോ? രാവിലെ പോയ വണ്ടിയുടെ അടുത്ത് ഇരിക്കും. ഇരുന്നെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് അതിന്റെ ബാക്കി സാധനം എടുത്തുകൊണ്ട് വീട്ടിൽ വരും. അതൊക്കെയാണ് ശരിക്കും വണ്ടിയോടുള്ള സ്നേഹം. വണ്ടി എടുത്തിട്ട് 15 വർഷമായില്ലേ? വർഷങ്ങൾ പോയ പോക്കേ 15 വർഷമായി. 15 വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവിച്ചു, അതും കൂടെ ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം. 15 വർഷത്തിനിടയിൽ മക്കൾ വളർന്നു, വല്ലാണ്ട് വളർന്നു. അച്ഛൻ ഇപ്പൊ ആ വണ്ടി കൊണ്ട് 1 മണിക്കൂർ എവിടെയെങ്കിലും പണിക്ക് പോയാലും നമുക്ക് അത് മതി അരി മേടിക്കാൻ. പിന്നെ ഒട്ടും അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒട്ടും വയ്യാതെ വരുമ്പോ ഞാൻ വണ്ടി കൊടുക്കും. വണ്ടി ഓടിക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോ ആ വണ്ടി കൊടുക്കും. വണ്ടി കൊടുത്തിട്ട് പൈസ കൊണ്ടുവന്ന് മേക്കിട്ടേക്കാം. ഇവരങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളതും കൂടെ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് മുന്നോട്ട് ഒരു ചെലവിനുള്ളതും കൂടെ നമ്മൾ നോക്കണ്ടേ? ആളുകളെ മുമ്പിൽ പോവാതെ ഒരു 500 രൂപ കാശ് നമുക്കൊരു വരുമാനം അത് എന്തായാലും കിട്ടും. വേറെ കടവും ബാധ്യത ഒന്നുമില്ല. അതുകൊണ്ട് ഭാഗ്യം. എനക്ക് വെള്ളതും മേടിച്ച് അരിയും മേടിച്ച് ഇപ്പൊ പിന്നെ ഒറ്റയടിക്ക് അതെന്തായാലും നമ്മള് വണ്ടി ഓടി പൈസ നമുക്ക് അറിയാലോ. അച്ഛനറിയാം ആ ഒരു ടെസ്റ്റിന്റെ പണി വരുന്ന സമയം. അതിനുള്ളത് നമ്മള് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിരയാതെ വന്ന് നമുക്ക് സ്വർണ്ണമുണ്ട്.
പിന്നെ ഞാൻ തന്നെ ഇരിക്കുന്നത്. അതൊരിക്കലും നമ്മള് മക്കളെ ബുദ്ധിമുട്ടിക്കരുത്. ഇവരങ്ങനെയൊക്കെ പറയുന്നത്. ഇവര് ഒന്ന് പറഞ്ഞ രണ്ടിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ആർക്കും ശല്യമാവരുത്. ഒന്ന് പറഞ്ഞ രണ്ടിന് ഇതന്നെ എടുത്ത് പറയുക. ഞാനിപ്പോ വളർന്നു വന്ന സാഹചര്യം എന്താണ് എന്നുള്ള സംഭവം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെയാണ് എനിക്കിപ്പോ ഈ കാണുന്ന സാഹചര്യം ഉണ്ടായത്, എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് എന്താണ്, എൻ്റെ അച്ഛൻ എങ്ങനെയാണ് എന്നെ വളർത്തിയത് എന്നുള്ള സംഭവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം ഞാൻ ചെയ്യും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യും. അതില് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ഞാൻ ഇതാക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാവുന്നത്. ഇല്ല, ഒട്ടും നിവർത്തിയില്ലെങ്കിൽ നമ്മൾ മക്കളുടെ അടുത്ത് ചോദിക്കാൻ പറ്റൂ. എടാ നമുക്ക് എന്റെ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ നിന്റെ അടുത്ത് ചോദിക്കടാ കൊച്ചു ഒരു 1000 രൂപ തരണേ അല്ലെ 2000 രൂപ തരണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അത് ഇല്ലാതെ വരുമ്പോ എനിക്കറിയൂടാ. അപ്പൊ ചോദിക്കാത്ത പാടെ അവൾ ഇട്ട് തരൂലേ. പക്ഷെ അത് ചോദിക്കാൻ ഒരു ആരും തള്ളുന്നതിന് അങ്ങനെ ചോദിക്കുന്നില്ല. അത്രയും ഇതൊക്കെ ആയിരുന്നു മക്കളത്. പക്ഷെ അത് മക്കളവരെ അറിഞ്ഞ് ചെയ്യണം. നീ അറിഞ്ഞ് എനിക്ക് ഫോൺ വാങ്ങിച്ചിരുന്നില്ലേ, അറിഞ്ഞ് മോതിരം മേടിച്ചോണ്ട് വരുമ്പോ നമ്മള് സ്വീകരിക്കും. ഞാൻ പറയട്ടെ, അമ്മയ്ക്കും അച്ഛനും മേടിച്ചോണ്ട് കൊടുക്കുമ്പോ വേണ്ടെന്ന് പറയോ? ഇപ്പൊ എന്തായാലും ഇനി വണ്ടിയുടെ വർക്ക് ഏതാണ്ട് ഒരു മാസം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേനും, ഒരു മാസം അല്ല ഒരു 1-2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേനും ജെസിബിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആവും. പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. വെറുതെ പറയണ്ടോ? ഒന്നുമില്ല. ഹാപ്പി ഹാപ്പി കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാപ്പി 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 കുട്ടനല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം അമ്മേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയ്ക്ക് സബ്സ്ക്രൈബ് എപ്പോഴും വരത്തില്ല. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.